ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആണ്. ഈസി ചിക്കൻ കറി, അല്ലെങ്കിൽ നമുക്ക് ഉഡായിപ്പ് ചിക്കൻ കറി എന്ന് വിളിക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി നമുക്ക് മല്ലി എടുക്കാം. പിന്നെ നമ്മളിവിടെ കുറച്ച് കാശ്മീരി മുളകാണ് എടുത്തത്. ഇവിടെ എരിവ് അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഏലക്കായ, ഇതെല്ലാം കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലപോലെ. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ ടേസ്റ്റിനും ആ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഉപ്പും മുളക്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഈ നമ്മൾ പൊടിച്ച മസാല എല്ലാം കൂടിയും ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മുന്നേ ആ പൊടിച്ച മസാലയെല്ലാം ഇടുന്ന വീഡിയോ മിസ്സായി പോയതാണ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ചൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഒരുവിധം അതിൽ പിടിച്ചിരിക്കും. ഇപ്പം തന്നെ നല്ല കളറുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ്, ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചെടുക്കാം. ഇത് കുഞ്ഞു കുഞ്ഞാക്കിയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഉള്ളിയും നമുക്ക് റോസ്റ്റിനൊക്കെ ചെയ്യുന്ന മാതിരി കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. ഈ അരിയേണ്ട പച്ചക്കറിക്ക് അരിയേണ്ട ആ സമയം മാത്രമേ നമുക്ക് വേസ്റ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. നമുക്കിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അടികട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയാലും അതിന് പ്രത്യേക രുചിയാണ്. ഇത് നമ്മൾ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം വഴണ്ട് വരുന്ന സമയത്താണ് ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂടുന്നത്. ഇനി ഈ വഴറ്റുന്നതിലേക്ക് തന്നെ നമ്മൾ അപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും വെളിച്ചെണ്ണ കിടന്നൊന്ന് ഇത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, മസാല ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്തുകൊണ്ട് നന്നായിട്ട് എരിവുണ്ടാകും. ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരല്പം എരിവ് കൂടിപ്പോയ പോലെ തോന്നി. അതുകൊണ്ട് ഒരു നുള്ളു പഞ്ചസാര, നമുക്ക് എരിവ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര ഇടുകയാണെങ്കിൽ അത് ബാലൻസായി കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.